ഉദ്യോഗസ്ഥരാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അവര് തന്നെയാണ് ഈ നിയമലംഘനം ഇപ്പൊ ഇന്നലെ സബ് കളക്ടർ വന്ന് പറയുകയാണ് നിയമലംഘനം. നമുക്ക് ആനുകൂല്യം കിട്ടണമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഈ തരത്തിലായി പോയെന്നോ അന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഉണ്ടോ നിങ്ങൾക്ക് കേൾക്കുന്നത്? ഒരു കാര്യമില്ല. ഉദ്യോഗസ്ഥരാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അവര് തന്നെയാണ് ഈ നിയമലംഘനം ഇപ്പൊ ഇന്നലെ സബ് കളക്ടർ വന്ന് പറയുകയാണ് നിയമലംഘനം. ഇത് അങ്ങനെ പറയേണ്ട കാര്യങ്ങൾ അവർ മനസ്സിലാക്കാവുന്നു. തട്ടായേ മണ്ണെടുക്കാവൂവെന്നും പാറ പൊട്ടിക്കാവൂവെന്നും നമ്മുടെ നിയമത്തിലുണ്ട്. ആ നിയമം നിലനിൽക്കെ എങ്ങനെ ഇവിടുന്ന് ഈ കുത്തനെ മണ്ണെടുക്കും? ആരാണ് എടുത്തത്? ആരാണ് അനുമതി കൊടുത്തത്? വെറുതെ കുറെ ലോറി മുതലാളി വരെ വന്ന് എടുത്തോണ്ട് പോകില്ലല്ലോ. 6 7 ലൈസൻസുകൾ ഉണ്ടെങ്കിലേ ഈ പണി ചെയ്യാൻ പറ്റും. അതെല്ലാം ആര് കൊടുക്കും? അതാണ് പ്രശ്നം. ഇപ്പോ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്ന് റിപ്പോർട്ട് കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ കാണുകയാണ്. ഇപ്പം പത്തനംതിട്ടയില് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബിറ്റുമിൻ പ്ലാന്റിൻ്റെത് ബിറ്റുമിൻ അതിന് അങ്ങനെ ഒരു ഫാക്ടറി പോലും അവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് കോടതിയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിപ്പോർട്ട് കൊടുത്തു. എന്ന് പറഞ്ഞ കാര്യം എന്താ? വൈകുന്നേരം കാശ് തന്നെ സംഭവിക്കുന്നു. വയനാട്ടിൽ ദുരന്തം ഉണ്ടായതിനു ശേഷം ഞാനിവിടെ കുറേ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടുത്തുള്ളൊരു പാറമടക്കാരൻ എന്നെ വിളിച്ചു, അത് കാണാൻ ചെല്ലാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചങ്ക് പൊട്ടി പോകും. അതുപോലെ മറ്റൊരു മലയുടെ മണ്ടയ്ക്ക് പാറമട തുടങ്ങാൻ പോകും. അവിടെ 45 മീറ്റർ അടുത്ത് ഒരു വീടുണ്ട്. എന്ന് പറഞ്ഞാൽ വീടുകളുണ്ട്. പിന്നെ അങ്ങോട്ട് ഇപ്പം നേരത്തെ 500 മീറ്റർ ആയിരുന്നു, 250 മീറ്ററായി കുറച്ച്, ഇപ്പം 50 മീറ്ററായി കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഈ തോന്നിവാസം എല്ലാം കാണിക്കും. പക്ഷെ ഇത് 50 മീറ്ററും ഇല്ല, 45 തഹസിൽദാർ കളക്ടർക്ക് കൊടുത്ത കൃത്യം റിപ്പോർട്ടാണ്. മറിച്ച് ഹൈക്കോടതിയിൽ അവൻ കേസിന് പോയപ്പോൾ ഹൈക്കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ 500 മീറ്ററിനുള്ളിൽ വീടുകളില്ല. കാര്യം എന്താ? ഹൈക്കോടതിയിൽ കൃത്യം റിപ്പോർട്ട് കൊടുത്താൽ അത് സ്റ്റേ ചെയ്യും. കളക്ടർക്ക് കള്ളത്തരം, തഹസിൽദാർക്ക് കളക്ടറോട് കള്ളം പറയാൻ പറ്റത്തില്ല, കാരണം പ്രശ്നമാകും. കളക്ടറോട് കൃത്യം അളവ് പറഞ്ഞു 45 മീറ്റർ അതിനകത്ത് വീടുണ്ട്. പക്ഷെ ഹൈക്കോടതിയിൽ കൊടുത്തപ്പോൾ അതുകൊണ്ട് ഹൈക്കോടതി എന്ത് ചെയ്തു? പാറ പൊട്ടിച്ചോളാൻ പറഞ്ഞു. 500 മീറ്ററിനുള്ളിൽ വീടില്ലെങ്കിൽ പരിസ്ഥിതിയൊക്കെ ആരെങ്കിലും അതിന്റെ പേര് പിന്നെ പോയാല് അതിനും കോടതിക്ക് പറയാൻ പറ്റും. നമുക്ക് ആനുകൂല്യം കിട്ടണമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഈ തരത്തിലായി പോയെന്നോ അന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഉണ്ടോ നിങ്ങൾക്ക് കേൾക്കുന്നത്? ഒരു കാര്യമില്ല. നമ്മൾ ഇങ്ങനെ ഉള്ള സമയങ്ങളിൽ പ്രതികരിച്ച് അത് സമരമായാലും എന്തായാലും, സത്യാഗ്രഹമായാലും സമരമായാലും നിരാഹാരമായാലും അത് കിടന്നുകൊണ്ട് അത് നേടിയെടുക്കുന്നവരെ നമ്മൾ സമരത്തിൽ നിൽക്കണം. ചിലപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. വരും തലമുറയെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്, അല്ലേ? ഏതു കാലത്തും നമുക്കുള്ള ഉത്തരവാദിത്വം എന്താണ്? നമ്മൾ മരണപ്പെട്ടു പോയാലും നമുക്ക് വരാനിരിക്കുന്ന ആ തലമുറയെ സംരക്ഷിക്കണമെന്നുള്ള ആ ഉത്തരവാദിത്തമാണ് നമ്മുടെ കൈകളിലുള്ളത്. ആ ഉത്തരവാദിത്തം പലരും മറന്നുപോയത് കൊണ്ട് തന്നെയാണ് പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുമെന്നും പറയാതിരിക്കാൻ സാധ്യമല്ല. ചിലർ പണത്തിന്റെ പുറത്തെന്താകും, അവരുടെ ഇതൊക്കെ മറന്നുപോലെ. ചിലർ പണം വാങ്ങിച്ചുകൊണ്ട് പലതും മറക്കും. പക്ഷേ അതല്ല ആവശ്യം. നമ്മൾ നോക്കേണ്ടത്, നമ്മൾ സംരക്ഷിക്കേണ്ട നമ്മുടെ ഒരു തലമുറയുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ കുട്ടികളുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഞാൻ നെഞ്ചിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നത്. നമ്മളെ ഒരിക്കലും എന്താണ് പണം കൊണ്ടോ മറ്റുള്ള പ്രലോഭനങ്ങൾ കൊണ്ടോ നമ്മളെ ആർക്കും വശംവദാരാക്കുവാൻ സാധ്യമല്ല എന്നുള്ള ആ ഒരു ദൃഢമായ പ്രതിജ്ഞ നമ്മൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ സമരത്തെ വളരെയേറെ നന്നായിട്ട് തന്നെ കൊണ്ടുപോകാനും ഈ ഒരു മണ്ണെടുപ്പിനെ ചെറുത്തു നിൽക്കുവാനും വേണ്ടി നമുക്ക് സാധിക്കും. അത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിന് യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക ചഞ്ചലവും ഇല്ലാതെ അത് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരുമാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ എന്തിനും ഏതിനും എൻ്റെ പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ പൊഴിക്കാവിൽ ജനങ്ങളോടൊപ്പമുണ്ട്. എന്തായിരുന്നാലും ഞാനായാലും നമ്മുടെ ഭരണസമിതി അംഗങ്ങളായാലും എന്നും ആ ചെറുത്തു നിൽപ്പിന് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ആ വാഗ്ദാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അന്ന് ഞാൻ നിങ്ങൾക്ക് ആ വാഗ്ദാനം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ എന്താ പറയുക കളക്ടറേറ്റിലുള്ള മാർച്ചിന് അന്ന് എനിക്ക് സുഖമില്ലാതെ ആയതുകൊണ്ടാണ് അന്ന് ഞാൻ വരാതെ ഇരുന്നതെന്ന് കവിതയും പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിരുന്നു. ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, തീരെ സുഖമില്ലാത്ത ഒരവസ്ഥയായി. അതുകൊണ്ടാണ്. എന്തായിരുന്നാലും ഇതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. എന്തായിരുന്നാലും ഈ ഒരു ഓർഡർ നിങ്ങൾക്ക് കിട്ടി.
കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, ആ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മൾ നോക്കേണ്ടത് എന്താണ്, അത് പ്രകാരമാണോ ചെയ്യുന്നതെന്നുള്ള ആ ഒരു സൂക്ഷ്മ നിരീക്ഷണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. അതിൽ എന്തെങ്കിലും ചെറിയതായിട്ട് ഒരു മായം ചേർക്കലോ വെള്ളം ചേർക്കലോ ഉണ്ടായാൽ അതിന് നമ്മൾ പ്രതികരിക്കണം. അല്ലാതെ അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ പ്രതികരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ചെറുത്തുനിൽപ്പുകൾ എപ്പോഴും എന്താണ് ആ യഥാസ്ഥാനത്തും യഥാസമയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്. എന്തായിരുന്നു